നമസ്കാരം. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ചണ്ഡീഗഡ് ബ്രാഞ്ചിൽ നടന്ന 590 കോടി രൂപയുടെ തട്ടിപ്പ് പുറത്തു വന്നതിനെ തുടർന്ന് ഇന്ന് IDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് 20% ഇടിഞ്ഞ് ഇൻട്രാഡേയിൽ ലോവർ സർക്യൂട്ടിലേക്ക് എത്തുകയും ക്ലോസിംഗ് ബേസിസിൽ 16% ഇടിയുകയും ചെയ്തു. കഴിഞ്ഞ വീഡിയോയിലും IDFC ഫസ്റ്റ് ബാങ്കിൽ നടന്ന ഈ തട്ടിപ്പിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ IDFC ഫസ്റ്റ് ബാങ്ക് 83 രൂപയ്ക്ക് അടുത്തായിരുന്നു ക്ലോസിംഗ് നൽകിയത്. അവിടെ നിന്നും സ്റ്റോക്ക് ഇന്ന് 75 അടുത്തേക്ക് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നൽകുകയും പിന്നീട് ഇൻട്രാഡേ ലോ ആയ 66 രൂപ വരെ സ്റ്റോക്ക് ഇടിയുകയും ചെയ്തു. ഹരിയാന ഗവൺമെൻറ് ചണ്ഡീഗഡിലെ ബ്രാഞ്ചിൽ നിക്ഷേപിച്ചിരുന്ന തുകയിൽ നിന്നാണ് 590 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രമുഖ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളായ IDFC ഫസ്റ്റ് ബാങ്കിനെയും AU സ്മാൾ ഫിനാൻസ് ബാങ്കിനെയും ഹരിയാന ഗവൺമെൻറ് അതിൻ്റെ ബാങ്ക് ഡെപ്പോസിറ്റിൽ നിന്നും എംപാനൽ ചെയ്യുകയും ചെയ്തു. ഇത് IDFC ഫസ്റ്റ് ബാങ്കിന് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. കാരണം IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ 0.5% കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഹരിയാന ഗവൺമെൻറ്റാണ്. കൂടാതെ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഓവറോൾ ഡെപ്പോസിറ്റിൻ്റെ 10% സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളാണ് നടത്തിയിരിക്കുന്നത്. ഇവിടെ IDFC ഫസ്റ്റ് ബാങ്കിൽ നിന്നും വന്നിരിക്കുന്ന ഈ ഒരു ഫ്രോഡ് ആക്ടിവിറ്റി കൂടുതൽ സ്റ്റേറ്റ് സെൻട്രൽ ഏജൻസികളെ IDFC ഫസ്റ്റ് ബാങ്കിൽ നിന്നും പിൻവാങ്ങാൻ പ്രേരിപ്പിച്ചേക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ IDFC ബാങ്ക് എന്ന സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും ഈ രീതിയിലുള്ള ഒരു ആക്ഷൻ വരികയാണെങ്കിൽ ഇതിൻ്റെ ബെനിഫിറ്റ് പ്രധാനമായും PSU ബാങ്കുകളായ SBI, കാനറ ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾക്കായിരിക്കും ലഭിക്കാൻ സാധ്യത. കൂടാതെ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ 6 മാസത്തെ പ്രോഫിറ്റിന് തുല്യമായ തുകയ്ക്കുള്ള തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഇത് ബാങ്കിൻ്റെ കാസ റേഷ്യോയെ പ്രതികൂലമായി ബാധിച്ചേക്കും. കൂടാതെ ബാങ്കിൽ നിന്നുള്ള ഫണ്ട് ഔട്ട്ഫ്ലോ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഏകദേശം 198 ബില്യൺ രൂപയുടെ നിക്ഷേപമാണ് IDFC ഫസ്റ്റ് ബാങ്കിലുള്ളത്. ഇതിൽ തന്നെ ഹരിയാന ഗവൺമെൻറ്റിൻ്റെ $5.9 ബില്യൺ 5.9 ബില്യൺ രൂപയിലുള്ള നിക്ഷേപ തട്ടിപ്പാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മാക്രി ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികളുടെ റിപ്പോർട്ടിൽ പറയുന്നത് കമ്പനിയിൽ നിന്നും അല്ലെങ്കിൽ സ്റ്റോക്കിൽ നിന്നും പൊട്ടൻഷ്യൽ ഫണ്ട് ഔട്ട്ഫ്ലോ വരാനുള്ള സാധ്യതയാണ്. ഇനി ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 77 വളരെ പ്രധാനപ്പെട്ടൊരു സപ്പോർട്ടായിരുന്നു. ആ സപ്പോർട്ടിൽ നിന്ന് നഷ്ടമായി സ്റ്റോക്ക് 70 ട്രേഡ് ചെയ്യുന്നത്. ഇനിയുള്ള പ്രധാന സപ്പോർട്ട് 66 അടുത്തായിട്ടാണ്. ഏതെങ്കിലും കാരണവശാൽ 66 എന്ന സപ്പോർട്ട് നഷ്ടമാവുകയാണെങ്കിൽ സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യത കൂടും. ഇവിടെ സ്റ്റോക്ക് ആൾറെഡി 20-day, 50-day, 100-day, 200-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. 66-67 സ്റ്റോക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലെവലാണ്. 77 സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുകയും ചെയ്യും. RSI ഉൾപ്പെടെയുള്ള എല്ലാ ഇൻഡിക്കേറ്ററുകളും സ്റ്റോക്കിൽ വീക്ക്നെസ്സിൻ്റെ സിഗ്നലാണ് നൽകുന്നത്. IDFC ഫസ്റ്റ് ബാങ്ക് പോലെ തന്നെ ഇന്ന് കടുത്ത സെല്ലിംഗ് പ്രഷർ അഭിമുഖീകരിക്കുകയും വരും ദിവസങ്ങളിലും സെല്ലിംഗ് പ്രഷർ തുടരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കായി മാറിയിരിക്കുകയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ഇന്ന് ഡിഫൻസ് സെക്ടറിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളിലും സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് 4.5% ഇന്ന് ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് മാനുഫാക്ചർ ചെയ്ത തേജസ് എന്ന എയർക്രാഫ്റ്റിൻ്റെ ഒരു ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ്. തേജസ് എന്ന എയർക്രാഫ്റ്റ് ഇത് 3ാമത്തെ തവണയാണ് ആക്സിഡൻറ്റിൽ പെടുന്നത്. 2024-ലും 2025 നവംബർ ദുബായിൽ എയർ ഷോയിലും പിന്നീട് ഇപ്പോഴും എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റിൽ പെട്ടിട്ടുണ്ട്. ഇതിനെ തുടർന്ന് എയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ഓർഗനൈസേഷൻ ഈ ഒരു സെക്യൂരിറ്റി ഓഡിറ്റിനും ഒരു ക്വാളിറ്റി ഓഡിറ്റിനും ഓർഡർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള ഫർദർ ടെക്നിക്കൽ ഗ്ലിച്ചസ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ കൂടുതൽ സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവിടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് കൂടാതെ ഇന്ന് ഡിഫൻസ് സെക്ടറിലെ പല സ്റ്റോക്കുകളും നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. ഡിഫൻസ് സെക്ടറിലെ പ്രധാനമായും സ്റ്റോക്കുകൾ നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുന്നതിന് പിന്നിലെ പ്രധാന കാരണം US-ഇറാൻ വാറുമായി ബന്ധപ്പെട്ട കൺസേണിൽ വന്നിരിക്കുന്ന ഒരു ഡ്രോപ്പാണ്, അല്ലെങ്കിൽ US-ഇറാൻ വാറുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അകലുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ്.
അതേസമയം ഡിഫൻസ് സെക്ടറിൽ തന്നെ ചില സ്റ്റോക്കുകളിൽ ശക്തമായ തിരിച്ചുവരവും കാണുന്നുണ്ട്. ദീർഘകാലമായി അണ്ടർ പെർഫോം ചെയ്ത എംഡാർ ടെക്നോളജി കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 50% ഉയർന്നിട്ടുണ്ട്. കൂടാതെ പല PSU ഡിഫൻസ് സ്റ്റോക്കുകളും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഡീസൻറ്റ് റിട്ടേൺ നൽകുകയും ചെയ്തു. BEL, HAL, കൊച്ചിൻ ഷിപ്പ്യാർഡ്, GRC തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ 25 മുതൽ 40% റിട്ടേണാണ് നൽകിയത്. ഇവിടെ HALൻ്റെ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരികയാണെങ്കിൽ, അതിൽ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ടെക്നിക്കൽ ഗ്ലിച്ചസ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് കൂടുതൽ ഇടിയാനുള്ള സാധ്യതയുണ്ട്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 52 വീക്ക് ലോ തന്നെയാണ് പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്